ഇവിടെ കെ പി നൌഷാദ് അലി ലക്ഷക്കണക്കിന് ആളുകൾ പൗരത്വം ഈ പുതിയ നിയമത്താൽ നേടുമ്പോൾ അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ പൗരത്വം ഇല്ലാത്തവരായി തുടരുകയും ചെയ്യും. അപ്പോൾ അഭയാർത്ഥികളായി ഈ രാജ്യത്തേക്ക് വന്ന ഒരു കൂട്ടം ആളുകൾക്ക് പൗരത്വം, കുറെ അധികം ആളുകൾക്ക് പൗരത്വമില്ല. ഇന്നലെ ആഭ്യന്തര മന്ത്രാലയം ഒരു വാർത്താക്കുറിപ്പിലൂടെ വിശദീകരിച്ചത് ആരെയും ഞങ്ങൾ തിരിച്ചയക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു പരിപാടിയും ആലോചിക്കുന്നില്ല എന്നാണെങ്കിൽ പോലും പൗരത്വമില്ലാത്ത ആളുകൾ പശ്ചിമ ബംഗാളിലും ആസാമിലും ഒക്കെ എന്ത് ചെയ്യും എന്നൊരു ഗുരുതരമായ പ്രശ്നം നേരിടുന്നുണ്ട്. ഇത് കേവല രാഷ്ട്രീയത്തിന്റെ കള്ളികൾക്ക് അപ്പുറത്തുള്ള ഒരു മനുഷ്യാവകാശ പ്രശ്നം കൂടിയായി മാറുമ്പോൾ ഇവിടെ BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങൾ പ്രതിരോധിക്കുന്നു, നിയമ പോരാട്ടം നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം ഫലപ്രാപ്തി ഉണ്ടാകും അതിന് എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള ഗൗരവപൂർണമായ ഒരു ചോദ്യമാണല്ലോ. അഭിലാഷ്, ഇവിടെ ആസാമിൽ 16ഓളം ഡീറ്റൻഷൻ സെന്ററുകളുടെ പണി പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഈ പറഞ്ഞ ഒരു വിഭാഗം മനുഷ്യരെ മതം നോക്കി ആ ഡീറ്റൻഷൻ സെന്ററിലേക്ക്, ആ തടങ്കൽ പാളയത്തിലേക്ക് മാറ്റി നരകതുല്യമായ ജീവിതത്തിലേക്ക് അവരെ ചവിട്ടി തള്ളി ഇറക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു പരിഷ്കൃത ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കാണാൻ അല്ലെങ്കിൽ സഹിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കരളിയിക്കുന്ന കാഴ്ചകളിലേക്കാണ് ഈ രാജ്യം പോകുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവരാഗ്രഹിക്കുന്നത് അതാണ്. മതത്തിൻ്റെ പേരിൽ ആളുകളെ വിവിധ തട്ടുകളിലായി തിരിക്കുന്നതിലൂടെ മാത്രമേ അവർക്കൊരു ജീവശ്വാസമുള്ളൂ. ഞാനും ഇവിടെ ചില സർവേ റിപ്പോർട്ടുകൾ കാണുകയായിരുന്നു. ജനസംഘത്തിൻ്റെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളായിരുന്ന നാനാജി ദേശ്മുഖിൻ്റെ കൊച്ചുമകൻ്റെ ചാനലും ABP ന്യൂസും ഒക്കെ ചേർന്ന് നടത്തിയ ഒരു അഭിപ്രായ സർവേ ഞാനും വായിച്ചു കഴിഞ്ഞാണ്. ആ സർവേക്കകത്തൊക്കെ ഉള്ളത്, ഞാൻ ആ സർവേ ഉള്ളതെന്ന് വിശ്വസിക്കുന്നില്ല, ആ സർവേക്കകത്തുള്ളത് ഈ രാജ്യത്തെ 40ലധികം സീറ്റുള്ള 4 സംസ്ഥാനം, തമിഴ്നാട്, ബംഗാൾ, ബീഹാർ, മഹാരാഷ്ട്ര, ഈ 4 സംസ്ഥാനങ്ങളിൽ നിന്ന് 120 സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടുമെന്നാണ് ആ സർവേയിലുള്ളത്. തമിഴ്നാട് തൂത്തുവാരുമെന്നാണ് ഉള്ളത്. അവിടെ മഹാരാഷ്ട്രയിലും ബീഹാറിലൊക്കെ 25ന് മുകളിലാണ് സീറ്റുകൾ പറയുന്നത്. അവിടെയൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP സ്വീപ്പ് ചെയ്ത സംസ്ഥാനങ്ങളാണ് അവയിൽ മിക്കതും. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ പരമാവധി ഘടകകക്ഷികൾ പിണങ്ങിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരിക, പരമാവധി ധ്രുവീകരണം ഉണ്ടാക്കുക, ഇതുപോലുള്ള തുറുപ്പുചീട്ടുകൾ പയറ്റുക, പരമാവധി പ്രതിപക്ഷ പാർട്ടികളിലുള്ള ആളുകളെ ചാക്കിടുക, ഭയപ്പെടുത്തുക, ഭീഷണിപ്പെടുത്തുക, തങ്ങളുടെ പാളയത്തിൽ ചേർക്കുക, ഇത്തരം കലാപരിപാടികളുടെ ഭാഗമായിട്ട് BJP നടത്തുന്ന ആർട്ടിക്കിൾ 14 വിരുദ്ധം ആർട്ടിക്കിൾ 15(1), 15(2), ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 25, ആർട്ടിക്കിൾ 29 ഇങ്ങനെ ഭരണഘടനയുടെ സമ്പൂർണമായ ആശയങ്ങൾക്കും ആഖ്യായികകൾക്കും വിരുദ്ധമായൊരു നീക്കവുമായിട്ട് അവർ മുന്നോട്ട് വരികയാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട്. ഇവിടെ മറ്റൊന്ന് പറഞ്ഞാൽ ഇവിടെ BJP ഇതൊക്കെ പ്രകടന പത്രിക പാലിക്കുകയാണെന്ന് നരേന്ദ്രമോദി എന്ന വ്യക്തി പറഞ്ഞ വാക്കുകളുമായിട്ട് പ്രവർത്തിക്ക് യാതൊരു ബന്ധമില്ലാത്ത ആളാണ്. അദ്ദേഹം 15 ലക്ഷം രൂപ കള്ളപ്പണം കൊണ്ടുവന്ന് തരുമെന്ന് പറഞ്ഞു, അതില്ല. അദ്ദേഹം 2014 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഗ്യാസ് കുറ്റി നോക്കിയിട്ട് വേണം വോട്ട് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞ ആളാണ്. അന്ന് 350 രൂപ ഇട്ട ഗ്യാസ് അയാൾ 1000 രൂപയാക്കി, പെട്രോളിനും ഡീസലിനും 50 രൂപക്ക് താഴെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ ആളാണ്. ഇപ്പം 100ന് മുകളിലാക്കി. രാജ്യത്ത് തൊഴിലില്ലായ്മ ഇല്ലാതാക്കി പ്രതിവർഷം 2 കോടി തൊഴിൽ വാഗ്ദാനം ചെയ്ത് വന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കുണ്ടായത്. ഇത്തരത്തിൽ പറഞ്ഞ വാക്കുമായിട്ട് പുലബന്ധമില്ലാത്തയാളാണ് നരേന്ദ്രമോദിയും ഭരണകൂടവും. പക്ഷേ അവരിത്തരത്തിലുള്ള ധ്രുവീകരണങ്ങളിലൂടെ ആളുകളുടെ കബന്ധവും ചോരപ്പുഴയും ഒഴുക്കി അതിലൂടെ അധികാരത്തിൻ്റെ ഗിരിശൃംഖങ്ങളിലേക്ക് ആരോഹണം ചെയ്യുന്നവരാണ് അവർ. ആ പണിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷങ്ങളിൽ അവരെടുക്കുന്നത്. രാജ്യം അത് തിരിച്ചറിയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ CPMകാർ ഇവിടെ പറഞ്ഞു നടപ്പിലാക്കില്ല എന്ന്. എങ്ങനെയാണ് ഈ നടപ്പിലാക്കാതിരിക്കാനുള്ള അവരുടെ കേരളത്തിലെ തന്ത്രം എന്നൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. ഇവിടെ കഴിഞ്ഞ 2019 കേസിൽ 801 ഇവിടെ പിൻവലിക്കാൻ ബാക്കി കിടപ്പുണ്ട്. 6000 ചില്ലാനം അധികം ആളുകൾ പ്രതികളായിട്ടുണ്ട്. എന്തിനു പറയുന്നു? KSEB 2019 പുറത്തിറക്കിയ ഒരു വിജ്ഞാപനത്തിൽ KSEBയിൽ ഗാർഹികേതര കണക്ഷനുകൾ ലഭിക്കാൻ സമർപ്പിക്കേണ്ട രേഖകളുടെ കൂട്ടത്തിൽ NPR ഉണ്ട്. ഇതൊക്കെ കേന്ദ്രം ഒരു പടി മുന്നോട്ട് പോകുമ്പോൾ അത് മരത്തിൽ കണ്ട് ചലിക്കുന്ന ഇവിടുത്തെ കേന്ദ്ര ഭരണത്തിൻ്റെ കരപരിലാളനകളേറ്റ് മുന്നോട്ട് പോകുന്ന പിണറായി വിജയനൊക്കെ വോട്ട് കിട്ടാൻ വേണ്ടി ഓരോ തന്ത്രമായിട്ട് വരുന്നു. എന്നിട്ട് പച്ച നുണ പറയാണ് 17-16 കോൺഗ്രസ് MPമാർ അവിടെ മിണ്ടാതിരുന്നു എന്ന്. എന്തർത്ഥത്തിൽ, എന്ത് ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ് അരുൺകുമാറെ താങ്കൾ ഇത്തരത്തിലുള്ള പ്രാസമൊപ്പിച്ചുള്ള നുണകൾ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും ആരിഫൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെച്ച കാര്യങ്ങൾ എന്നെ കൂട്ടി വായിക്കാൻ പെടാപ്പാടുപെടുന്ന ആരിഫ് അവിടെ ശബ്ദമുയർത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ മറ്റുള്ളവരൊന്നും ഇല്ല, കുറേ ആൾ ഇറങ്ങിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ് നിങ്ങളിങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഈ ഇരകളുടെ അടുപ്പക്കാരായി നിന്ന് എന്തെങ്കിലുമൊക്കെ നേട്ടം കിട്ടുമോ എന്ന് ശ്രമിക്കുന്നത്? നിങ്ങൾ വേട്ടക്കാരുടെ കൂടെ ഓടുന്നവരാണ്. ഇടവേണ്ട
അരുൺകുമാർ ഇടപെടൽ അവസരം നിങ്ങൾ ഇരകളോടൊപ്പം നിന്ന് വേട്ടക്കാരോടൊപ്പം ഓടുന്ന ആളുകളാണ്. നിങ്ങളുടെ മുഖം മൂടിയൊക്കെ ഇവിടെ അനാവൃതമായി കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ അതിനെക്കുറിച്ച് ഒന്നുമില്ല നിങ്ങൾ ഇതിനെതിരെ ശബ്ദിക്കുക. ഈ വിഷയത്തിൽ രാജ്യമാകമാനം വലിയ പ്രക്ഷോഭമുണ്ടാക്കി BJP ഭയക്കുന്ന ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിക്ക് നേരെ നിറയൊഴിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ BJPയുടെ ഫാസിസ്റ്റ് വിരുദ്ധതയൊക്കെ നടപ്പിലാക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള ശേഷിയും ശേമുഷിയും ഒക്കെ കേരളത്തിലെ ജനാധിപത്യ മനസ്സുകൾക്കുണ്ട്. അതുകൊണ്ട് ഇത്തരം മുട്ടാപ്പോക്കുകളുമായിട്ട് നിങ്ങൾ വരരുത്. ഒന്നുകിൽ ഈ നയങ്ങൾക്കെതിരെയൊക്കെ നമുക്കൊരു ഏകരൂപം ഉണ്ടാക്കി പോകാനുള്ള ആശയതലത്തിലെങ്കിലും അതൊരു ഏകരൂപം ഉണ്ടാക്കാലോ. നമ്മൾ ഒരുമിച്ച് സമരം നടത്തണ്ട. നിങ്ങൾ പരസ്പരം നിറയൊഴിക്കുന്ന ഈ പണി, അതും അസത്യം പറഞ്ഞിട്ട് ചെയ്ത പണിയൊക്കെ ഒന്ന് മാറ്റിവെക്കൂ. നമുക്ക് നോക്കാം ആർക്ക് എങ്ങനെ വോട്ട് കിട്ടും, എന്താണ് ഇന്ത്യ രാജ്യത്തിന്റെ സ്ഥിതി എന്നൊക്കെ. ഏതായാലും ഈ വലിയ ഭരണഘടനാ വിരുദ്ധതയ്ക്കെതിരെ, ഈ വലിയ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകി ഭാരതത്തിന്റെ ഒരു പൗരാണിക കാലം തൊട്ടുള്ള വലിയൊരു സാംസ്കാരിക ധാരക്ക് കുറുകെ നിൽക്കുന്ന ഈ BJPയുടെ നടപടിക്കെതിരെ മുഴുവൻ ജനമനസാക്ഷിയും ഉണരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇത് ഇവിടെ വിലപ്പോകാൻ പോകുന്നില്ല. ഏതായാലും ഇത്തരത്തിലുള്ള ആ ധ്രുവീകരണത്തിന്റെ രാഷ്ട്രീയവുമായിട്ട് എത്രനാൾ BJPക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യാം. അഭിലാഷ്.